പിണറായിക്ക് ഇരട്ട ചങ്കില്ല, അദ്ദേഹം ശുഷ്കിച്ച ചങ്കാണ്. അയാൾ നായന്മാരുടെ അടിമയാണത്. ഈ 8-9% നായർക്ക് 10 മന്ത്രി കൊടുത്ത ഭീരുവാണ്. ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരൻ നിതിൻ രാജിന് നീതി കിട്ടും വരെ ഞങ്ങൾ തെരുവിരി സമരം തുറന്നുകൊണ്ട് പോകാനാണ് ഞങ്ങളുടെ സംഘടനയുടെ തീരുമാനം. പോലീസിന്റെ അനാസ്ഥയാണ്. പോലീസിന്റെ അനാസ്ഥയും ഡെന്റൽ കോളേജും പോലീസും കൂടെ ചേർന്നുള്ള ഒത്താശയിലാണ് ഇതെല്ലാം ചെയ്യുന്നത്. നിതിൻ മരിച്ച് മരണവാർത്ത നിതിന്റെ വീട്ടുകാർ അറിഞ്ഞതിന് ശേഷവും പോലീസിന്റെ അനാസ്ഥയാണ്. ഇനി ഇങ്ങനെ ഒരു നിതിൻ രാജിൻ എന്നുള്ള ഒരു വ്യക്തിക്ക് ഇങ്ങനെ ഒന്നും സംഭവിക്കാൻ പാടില്ല. പ്രത്യേകിച്ച് പോലീസാണ് ഇതെല്ലാം ഒത്താശ കളിക്കുന്നത്. എന്തുകൊണ്ട് അവരെ അറസ്റ്റ് ചെയ്യുന്നത്? ഇന്ന് എത്രയും ദിവസമായില്ലേ, എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ല? ആ വീട്ടിന്റെ ദുഃഖം ഞങ്ങൾ ചെന്ന് കണ്ടവരാണ്. വിദ്യാർത്ഥികളും മരിക്കാൻ പാടില്ല. വിദ്യാഭ്യാസത്തിന്റെ പേരിലും അട്രോസിറ്റിയുടെ പേരിലും ഹറാസ്മെന്റിന്റെ പേരിലും മറ്റുള്ള ഒരു പീഡനത്തിന്റെ പേരിലും മടിയാതി വിദ്യാർത്ഥികൾ മരിക്കാൻ പാടില്ല. അതുപോലെ മറ്റേ യുവതിയുവാക്കളും മരിക്കാൻ പാടില്ല. സമരം ഞങ്ങള് ഒരാഴ്ച മുമ്പ് ഞങ്ങൾ സമരത്തിന് ആഹ്വാനം ഞങ്ങൾ ചെയ്തതാണ്. അതായത് ട്രാൻസ്പോർട്ട് കമ്മീഷൻ ഞങ്ങൾ കത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു, പ്രൈവറ്റ് ബസ് ഓണേഴ്സ് കത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ നമ്മുടെ അവശ്യ സർവീസിനൊക്കെ ഞങ്ങൾ സമരത്തിൽ ഞങ്ങൾ ഒഴിവാക്കിയിട്ടുണ്ട്. ആംബുലൻസ്, പിന്നെ മെഡിക്കൽ സ്റ്റോർ, പാല്, പത്രം, അതുപോലുള്ള അവശ്യ സർവീസ് ഞങ്ങൾ സമരത്തിൽ ഒഴിവാക്കിയിട്ടുണ്ട്. ബാക്കിയുള്ള ആൾക്കാർ, വ്യാപാരി വ്യവസായികളുടെ മുക്കാൽ ആൾക്കാർ ഞങ്ങളുടെ തന്നെ സഹകരണം തന്നെയായിരുന്നു. ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരൻ നിതിൻ രാജിന് നീതി കിട്ടും വരെ ഞങ്ങൾ തെരുവിരി സമരം തുറന്നുകൊണ്ട് പോകാനാണ് ഞങ്ങളുടെ സംഘടനയുടെ തീരുമാനം. കേരളത്തിലെ അങ്ങോളം ഇങ്ങോളമുള്ള 54ഓളം പട്ടികജാതി പട്ടികവർഗ സംഘടനകളുടെ പിന്തുണ ഞങ്ങളുടെ സമരത്തിന് ശക്തമായിട്ട് തന്നെ ഉണ്ട്. ഇനി വരും ദിവസങ്ങളിൽ അദ്ദേഹത്തിന് നീതി കിട്ടിയില്ലെങ്കിൽ സമരം അല്പം കൂടെ കടുപ്പിച്ചു കൊണ്ടുപോകാനാണ് ഞങ്ങളുടെ സംഘടനയുടെ തീരുമാനം. നിതിൻ രാജിന്റെ മരണത്തിൽ ഈ അറസ്റ്റ് വൈകിപ്പിക്കുന്നു എന്നൊരു ആരോപണം നിൽക്കുന്നുണ്ടല്ലോ, അതെന്താ അങ്ങനെ പറയുന്നത്? അത് പോലീസിന്റെ അനാസ്ഥയാണ്. പോലീസിന്റെ അനാസ്ഥയും ഡെന്റൽ കോളേജും പോലീസും കൂടെ ചേർന്നുള്ള ഒത്താശയിലാണ് ഇതെല്ലാം ചെയ്യുന്നത്. നിതിൻ മരിച്ച് മരണവാർത്ത നിതിന്റെ വീട്ടുകാർ അറിഞ്ഞതിന് ശേഷവും പോലീസിന്റെ അനാസ്ഥയാണ്. റാമു, സംഗീത എന്ന് പറയുന്ന 2 അധ്യാപകര് അവര് കുറ്റം ചെയ്തില്ലെങ്കിൽ ഒളിയിൽ പോകുന്നു. ഒളിയിൽ പോയിട്ട് മുൻകൂർ ജാമ്യത്തിന് അപേക്ഷിക്കുന്നു. അവർക്ക് മുൻകൂർ ജാമ്യം കിട്ടുന്നു. ഒരാൾക്ക് കിട്ടിയില്ല, ഒരാൾക്ക് കിട്ടുന്നു. കുറ്റം ചെയ്തവരാരായാലും അവരെ എത്രയും പെട്ടെന്ന് നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവന്ന് തക്കതായ ശിക്ഷ കൊടുത്ത് നിതിൻ രാജിന് നീതി മേടിക്കുന്നവരെ ഞങ്ങൾ ഈ സമരം തുടരും. അമ്മ, ഈ ഒരു സമരം എങ്ങനെ തുടർന്നു കഴിഞ്ഞാൽ നിതിൻ രാജിന് നീതി കിട്ടും തോന്നുന്നുണ്ടോ? നീതി കിട്ടണം. നീതി കിട്ടുന്നത് വരെ ഞങ്ങൾ ഈ സമരം. കാര്യം എന്ന് വെച്ചാൽ ആ കുടുംബത്തിന്റെ അത്താണിയാണ് നിതിൻ. വേറെ 2 ഇനി ഇങ്ങനെ ഒരു നിതിൻ രാജിൻ എന്നുള്ള ഒരു വ്യക്തിക്ക് ഇങ്ങനെ ഒന്നും സംഭവിക്കാൻ പാടില്ല. പ്രത്യേകിച്ച് പോലീസാണ് ഇതെല്ലാം ഒത്താശ കളിക്കുന്നത്. എന്തുകൊണ്ട് അവരെ അറസ്റ്റ് ചെയ്യുന്നത്? ഇന്ന് എത്രയും ദിവസമായില്ലേ, എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ല? ആ വീട്ടിന്റെ ദുഃഖം ഞങ്ങൾ ചെന്ന് കണ്ടവരാണ്. അതുകൊണ്ട് ഇതിന് എത്രയും പെട്ടെന്ന് നീതി കിട്ടണം. അവരെ 2 പേരെ അറസ്റ്റ് ചെയ്തേ പറ്റൂ. ചേട്ടാ, ഈ പറയുന്ന പോലെ നിതിൻ രാജിന് വേണ്ടി മാത്രമുള്ള ഒരു നീതിക്ക് വേണ്ടിയുള്ള പ്രവർത്തനം അല്ലെന്ന് പറഞ്ഞു. ഇത് ഇപ്പം ചെയ്യുന്നത് ഈ ഒരു ബേസിക് സമരമാണെങ്കിൽ ഇത് നിതിൻ രാജിന് വേണ്ടി മാത്രമുള്ള സമരമല്ല. ഈ ഒരു 10 വർഷങ്ങൾക്കകത്ത് ഒട്ടനവധി പട്ടികജാതി കുട്ടികളാണ് ഇതുപോലെ ഈ ജാതി അധിക്ഷേപത്തിലും അധ്യാപകരുടെ അവഗണനയിലും പല പല സർവകലാശാലയും നമ്മുടെ ഗവൺമെന്റ് പിമ്പിൽ അടക്കമുള്ള നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ആത്മഹത്യ ചെയ്തിട്ടുള്ളത്. ഇനി ഒരു പട്ടികജാതി കുടുംബങ്ങൾ മാത്രമല്ല, ഒരു വിദ്യാർത്ഥിയും ഏത് ജാതി ഏത് മതക്കാരനായിക്കോട്ടെ, ഒരു വിദ്യാർത്ഥിക്ക് ഈ കലാലയങ്ങളിൽ നിന്ന് ഇങ്ങനെ ജാതി അധിക്ഷേപം അവഗണന മൂലം അധ്യാപകരുടെ ഭാഗത്തുനിന്നുണ്ടായിട്ട് ആത്മഹത്യ ചെയ്യാനുള്ള ഒരു ഇടം ഉണ്ടാവരുത്. അതിനാണ് ഞങ്ങളുടെ ഈ സമരം. കൊലപാതകമാണ് ആ ഡെന്റൽ കോളേജ് നടന്നത്. കൊലപാതകം, നിതിൻ രാജിന്റെ മരണം കൊലപാതകമാണ്. അതുകൊണ്ട് ഈ സർക്കാർ ഏതൊരു വിഷയം പട്ടികജാതിക്കാരുടെ വരുന്നിരുന്നാലും ഒരു സ്പെഷ്യൽ ഗ്രൂപ്പിലുണ്ടാക്കുക, അവരൊന്ന് റിപ്പോർട്ട് വാങ്ങുക, അവസാനം ഇതെല്ലാം കൂടെ ചുരുട്ടിക്കൂട്ടി ഇതെല്ലാം കൂടെ ഇല്ലാതാക്കുന്നവര്. അതല്ലേ പറഞ്ഞത്. ഇപ്പം റാമിന് പട്ടിക വർഗ്ഗക്കാരനാണെന്ന് പറഞ്ഞിട്ട് ആന്ധ്രയിൽ പോയിട്ട് സർട്ടിഫിക്കറ്റ് കൊണ്ടുവന്നു. എന്താണ്? അവൻ രക്ഷിക്കാൻ വേണ്ടി. പോലീസ് പുതിയ അവരുടെ രൂപീകരിച്ച പോലീസിന്റെ തെളിവാണ്. അപ്പൊ ഇതൊക്കെ നമ്മളെ പട്ടികജാതി പട്ടികവർഗ്ഗക്കാരെ പറ്റിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു സംവിധാനമാണ് ഈ ഗവൺമെന്റ് ഇതുവരെയും സ്വീകരിച്ചിട്ടുള്ളത്. ഒരു കാര്യം കൂടെ പറയാനുണ്ട്. രോഗനിർണയ ആക്ട് നടപ്പിലാക്കുക. കേരളത്തിൽ രോഗനിർണയ ആക്ട് നടപ്പിലാക്കുക നമ്മളെ ഈ സമരത്തിന്റെ ഏക ഉദ്ദേശ ലക്ഷ്യം അതാണ്. ഇനി ഒരു കുട്ടി ഈ കലാലയങ്ങളിൽ മരണപ്പെടാൻ പാടില്ല. അതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ ഈ സമരം കൊണ്ട് വിജയിച്ചില്ലെങ്കിൽ ഇനി ഞങ്ങൾ നേതാക്കൾ പറയണ്ട, ഇനി ചാവേറാവാൻ വരെ തയ്യാറായിട്ടാണ് ഞങ്ങൾ നടക്കുന്നത്. ഞങ്ങൾ ഈ നിതിൻ രാജിന് വേണ്ടി മരണപ്പെട്ട എല്ലാ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയും ഞങ്ങൾ മരണപ്പെടാൻ തയ്യാറായിട്ടാണ് ഞങ്ങൾ ഇപ്പോൾ തെരുവീതിയിൽ ഇറങ്ങുന്നത്. അതുകൊണ്ട് ഇനി എന്ത് പ്രശ്നം വന്നാലും ഇതല്ല, ഇനി ഇതിന്റെ അടുത്ത ഒരു സമരമുഖം തുറന്നാലും ഞങ്ങൾ അതിനൊപ്പം ഞങ്ങൾ ഈ ജനങ്ങൾ മൊത്തം ഉണ്ടാവും എന്ന് മാത്രം പറയും. വിദ്യാർത്ഥികളും മരിക്കാൻ പാടില്ല. വിദ്യാഭ്യാസത്തിന്റെ പേരിലും അട്രോസിറ്റിയുടെ പേരിലും ഹറാസ്മെന്റിന്റെ പേരിലും മറ്റുള്ള ഒരു പീഡനത്തിന്റെ പേരിലും മടിയാതി വിദ്യാർത്ഥികൾ മരിക്കാൻ പാടില്ല. അതുപോലെ മറ്റേ യുവതിയുവാക്കളും മരിക്കാൻ പാടില്ല. ഇതും നിതിന്റെ കാര്യം ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്.
നിരവധി കേസ്. അതുകൊണ്ട് ഇപ്പൊ തന്നെ 7,411 കോടി രൂപയാണ് കുട്ടികൾ വിദേശ പഠനത്തിന് വേണ്ടി പഠിക്കാൻ വേണ്ടി അനുവദിച്ച തുക ഉൾപ്പെടെ ഈ സർക്കാർ ലാപ്സാക്കിയത് തന്ത്രപൂർവ്വമുള്ളതാണ്. ഇതുവരെയും ആ അത്തരത്തിലുള്ള ഒരു പട്ടികജാതി വികസനത്തിനുള്ള ഫണ്ടുകൾ ലാപ്സാക്കിയിട്ടില്ല. 100 200 കോടി രൂപ. 7,411 കോടി രൂപയാണ് ഈ പിണറായി സർക്കാർ ചെയ്തിരിക്കുന്നത്. കുട്ടികൾക്കൊന്നും ലംസ ഗ്രാന്റുകൾ കിട്ടുന്നില്ല, IT-യിലുള്ള സ്റ്റൈപ്പൻഡ് കിട്ടുന്നില്ല, മറ്റ് വിദേശ പഠനത്തിലുള്ള ഗ്രാന്റുകൾ മുഴുവനും മുടക്കി വിദ്യാർത്ഥികൾ പഠനം ഉപേക്ഷിച്ചു പോയി. പിന്നെ ഇത് എന്ത് സർക്കാരാണ്? എന്താണ് ഈ സർക്കാർ കൊടുക്കുന്നത്? പിന്നെ വെയും പഠിച്ച് നടക്കുന്നതല്ലാതെ ഈ പിണറായി സർക്കാർ ഒരു മണ്ണാങ്കട്ട ചെയ്യുന്നില്ല പട്ടികജാതിക്കാർക്ക്. ഇന്ന് ഈ സർക്കാർ 10 വർഷം കൊണ്ട് വന്നതിന് ശേഷം അത് ഒരു വലിയ പട്ടികവർഗക്കാരുടെ ഒരു വലിയൊരു പീഡനമാണ്, ഒരു വിവേചനമാണ് ഈ സർക്കാർ ഇതുവരെ അനുവർത്തിച്ച് വന്നിട്ടുള്ളത്. അതായത് പിണറായിക്ക് ഇരട്ട ചങ്കില്ല, അദ്ദേഹം ശുഷ്കിച്ച ചങ്കാണ്. അയാൾ നായന്മാര അടിമയാണത്. ഈ 8-9% നായർക്ക് 10 മന്ത്രിയെ കൊടുത്ത ഭീരുവാണ്. നമ്മള് ജാതി പറയാന്ന് പറയുമ്പോ അത് ജാതിയാണ് കളിച്ചോണ്ടിരിക്കുന്നത്. ജാതി വ്യക്തമായിട്ട് പറഞ്ഞാൽ പറ്റും. 11% പട്ടികജാതിക്കാർക്ക് വെറും ഒരു മന്ത്രി. ഇദ്ദേഹം പറയുന്ന സംവരണം കൊടുക്കുന്നതിൽ യോജിപ്പില്ലെന്നാണ് പറഞ്ഞത്. ഭരണഘടന വിരുദ്ധനാണ് അയാൾ. അയാൾക്ക് ഭരണഘടന വിരുദ്ധമായ സാമ്പത്തിക സംവരണം കൊടുക്കാനാണ് അയാൾക്ക് താല്പര്യം. അദ്ദേഹത്തിന് ഈ ഒരു ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പറയുവാണെങ്കിൽ പട്ടികജാതിക്കാർക്ക് അട്രോസിറ്റി വരുവാണെങ്കിൽ അത് കേസ് ഫയൽ ചെയ്യുന്നതിൽ അദ്ദേഹത്തിന് യോജിപ്പില്ല. അദ്ദേഹം യഥാർത്ഥത്തിൽ അടുത്ത പ്രതികളെ സംരക്ഷിച്ചെന്നുള്ള രീതിയിൽ അദ്ദേഹത്തിന് കേസ് കൊടുക്കേണ്ടത് അദ്ദേഹത്തിന്റെ മണ്ഡലമാണ്. ഇത് പട്ടികജാതിക്കാരന്മാര് കുറച്ചും കൂടെ തിരിച്ചറിവുള്ള ജനത അതൊക്കെ പറയുവാണെങ്കിൽ കുറെ ആൾക്ക് തുണി തലയിട്ട് നടക്കേണ്ടതായിട്ട് വരും കേട്ടോ. അതായത് ഈ പറഞ്ഞു വരുന്നത് സർക്കാരിന്റെ ഭാഗത്തു നിന്ന് വലിയ വീഴ്ച നിതിൻ രാജിന്റെ മരണത്തിൽ ഉണ്ടായിട്ടുള്ള നടപടിയുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെയാണ്. വലിയ ശക്തമായിട്ടുള്ള പ്രതിഷേധമാണ് കേരളത്തിൽ വ്യാപകമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. നിരവധി കടകൾ പൂട്ടിക്കുന്ന തരത്തിലേക്ക് ഇവിടെ നിന്ന് സമരക്കാർ എത്തിയിരിക്കുകയാണ്. ഇതേ പ്രതിഷേധം തന്നെയായിരിക്കും മുന്നോട്ടും ഉണ്ടാകുക. പ്രതീക്ഷിച്ച രീതിയിൽ നടപടി ഉണ്ടായിട്ടില്ല എങ്കിൽ ഈ കാണുന്നതിനപ്പുറത്തേക്ക് കേരളത്തിന്റെ അവസ്ഥ എത്തുമെന്നാണ് ഇവർ നൽകുന്ന സൂചന. ലാഭം പിടിച്ച് പറയത്തില്ലേ, തടയം കൊടുക്കും. അറിഞ്ഞിരിക്കേണ്ട ആവശ്യമില്ല. അത് നമുക്ക് അതിന് നമ്മളോട് അറിയിക്കുന്നു. അത്രേ ഉള്ളൂ. നമുക്ക് ദേഷ്യപ്പെടാം. നിനക്ക് ദേഷ്യപ്പെടേണ്ട ആവശ്യമില്ല. നിനക്ക് ദേഷ്യപ്പെടേണ്ട കാര്യമില്ല. നമുക്ക് ദേഷ്യപ്പെടാം. നീ തുറന്നു വെച്ചുകൊണ്ട് എനിക്ക് ദേഷ്യപ്പെടാം. ഞാൻ മാനേജർ ചെയ്യാൻ വരും. മനോജേ അവര് വെയിറ്റ് ചേട്ടാ വാ വാ.
നിങ്ങൾ